നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം മകം നക്ഷത്രത്തെ കുറിച്ചാണ്. ഈ മകം നക്ഷത്രക്കാരുടെ മാർച്ച് 18 മുതൽ 31 വരെ ഇവർക്ക് ഭാരതീയ ജ്യോതിഷ പ്രകാരം ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. മാറ്റങ്ങളെക്കാൾ ഉപരി ഇവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇവർ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഇവരുടെ ജീവിതം കൂടുതൽ മെച്ചമാകുമെന്നും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഫലത്തിലേക്കൊക്കെ കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ മകം നക്ഷത്രക്കാരോട് നമുക്ക് ആദ്യം പറയാനുള്ളത്, ഈ വരുന്ന ഞായറാഴ്ച നിങ്ങൾ വ്രതമെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ദോഷങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. വ്രതമെടുക്കുമ്പോൾ ശാരീരികമായിട്ട് നിങ്ങൾക്ക് കഴിയുന്ന പോലെ വ്രതമെടുത്താൽ മതി. എന്നാൽ മാനസികമായിട്ട് നിങ്ങൾ തയ്യാറെടുത്ത് വ്രതമെടുക്കേണ്ടതുണ്ട്. വ്രതമെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഞായറാഴ്ച ദിവസം നിങ്ങൾ മനസ്സ് പൂർണ്ണമായും നിങ്ങൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത്, ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത്, ആ ദൈവത്തിലും ആ മതത്തിലും ഉറച്ച് വിശ്വസിച്ച് വ്രതമെടുക്കുക. ഈ മകം നക്ഷത്രക്കാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികളെയൊക്കെ സംബന്ധിച്ച് ആരോഗ്യപരമൊക്കെ ആയിട്ട് വളരെ ഉചിതമായിട്ടുള്ള ഒരു സമയമാണ്. ചെറിയ കുട്ടികളെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരു 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത്. ഇവർക്ക് വളരെ മേന്മയുള്ള ഒരു സമയമാണ്. കുട്ടികളെ നന്നായിട്ട് നോക്കി ആരോഗ്യമുള്ള ചുറ്റുപാടിൽ വളർത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വാർദ്ധക്യകാലത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് നടക്കുന്ന ആളുകൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാകുന്നതാണ്. കൂടാതെ വെരിക്കോസ്, സന്ധിവേദന, അങ്ങനെയുള്ള രോഗങ്ങൾ, കാലുകൾക്കുണ്ടായിരുന്ന വേദന, അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളുള്ള ആളുകൾക്ക് അതിൻ്റെ ഒരു ശമനം ഉണ്ടാവുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിലെ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണ്. ഇപ്പോൾ ശ്രദ്ധ ചെലുത്തിയാൽ മുന്നോട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എളുപ്പമാകുന്നതാണ്. ചെറിയൊരു അലസതാ മനോഭാവം കാണിക്കുന്നുണ്ടെങ്കിലും അത് മാറ്റിവെച്ച് നിങ്ങൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു വിജയം നിങ്ങൾക്കുണ്ടാവുന്നതാണ്. മകം നക്ഷത്രക്കാർക്ക് വിവാഹകാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവുന്ന ഒരു സമയമാണ്. ഒരുപാട് കാലമായിട്ട് വിവാഹമാകാതിരുന്നവർക്ക് വിവാഹകാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ ആകുന്ന ഒരു സമയമാണ്. സാമ്പത്തിക സ്ഥിതിയൊക്കെ പറയുകയാണെങ്കിൽ ഇവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചമാകുന്ന ഒരു സമയമാണ്. ഒന്നിലധികം സ്രോതസ്സിലൂടെ വരുമാനമൊക്കെ വരുന്ന ഒരു സമയമാണ്. എന്നാൽ മകം നക്ഷത്രക്കാർ ഇനി പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാർച്ച് 25 ശേഷം നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിലൊക്കെ അടിമപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല, സ്ത്രീക്കും പുരുഷനും ഒരുപോലെ വരുന്ന പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. അത് മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടാതെ അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. പുതിയ ആളുകളുമായിട്ടൊക്കെ പരിചയപ്പെടുകയും അവരുമായിട്ട് ആഘോഷങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഈ മാർച്ച് 25 ശേഷം കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ താളം തെറ്റിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജീവിതത്തിലെ ലക്ഷ്യങ്ങളൊക്കെ മറക്കുവാനൊക്കെയുള്ള ഒരു സാധ്യത നിങ്ങളിലേക്ക് ഈ കൂട്ടുകെട്ടുകൾ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു ലക്ഷ്യം വെച്ചാണ് പോകുന്നത്. ആ ലക്ഷ്യം മറക്കാതിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടായിരിക്കണം. മാർച്ച് 25 ശേഷം ഉള്ള ദിവസങ്ങൾ നിങ്ങളൊന്ന് വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ചെറിയ പോലീസ് കേസൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. സാഹസികമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാൻ നിങ്ങൾ മുതിരുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുന്നത് നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. സാഹസിക പ്രവർത്തനങ്ങളിലേറ്റ് പരിക്കേൽക്കാനൊക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നമ്മൾ 2 രീതിയിലാണ് നമ്മളുടെ വിധിയെ നിർണ്ണയിക്കുന്നത്. ഒന്ന് നമ്മൾ വരുത്തി വയ്ക്കുന്ന വിധിയുണ്ട്, ഒന്ന് വന്ന് ഭവിക്കുന്നുണ്ട്. ഇത് വരുത്തി വയ്ക്കുന്ന ചില വിധികളായിട്ടാണ് കാണുന്നത്. നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അത് വിധിയെ നമുക്ക് പറയാം, അല്ലെങ്കിൽ നമ്മളെ സമയദോഷം എന്നൊക്കെ പറയാം. എന്നാൽ നമ്മൾ വരുത്തി വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ മാറിപ്പോകാവുന്ന ചില കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് മകം നക്ഷത്രക്കാർ ഇപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് അതീവ ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ എല്ലാം മാറിപ്പോകാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ അതൃപ്തിയാണ് കാണുന്നത്. നിങ്ങൾക്ക് ആ ജോലിയോട് യാതൊരു മമതയും ഇല്ലാതെ ആവുന്ന ഒരു സമയമാണ് മാർച്ച് 25 ശേഷം. ഒരുപക്ഷെ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ആ ജോലിയും ഒക്കെ ആയിട്ട് നല്ല ഇണങ്ങി പോകുന്നതായിരിക്കും. എന്തോ പെട്ടെന്ന് നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഒരു സമ്മർദ്ദം മൂലം ഈ ജോലിയിൽ നിന്ന് പോകണമെന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ടാവുന്നതാണ്. അതൊന്നും പാടില്ല. നിങ്ങൾക്ക് ഇപ്പോഴുള്ള ജോലിയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ച് എന്തുകൊണ്ടും നല്ല ഒരു സമയത്ത് നിങ്ങൾക്ക് ചില കൂട്ടുകെട്ടുകളിലൂടെ നിങ്ങളുടെ ജീവിതം തന്നെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ആകെ 2 കാര്യങ്ങൾ ചെയ്യുക. ഒന്ന്, ലഹരി പദാർത്ഥങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അതിന്റെ
ഉപയോഗം ഒരു 7 ദിവസത്തേക്കിന് മാറ്റിവെക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പുതിയ ആളുകളുമായിട്ട് പരിചയപ്പെടുന്നത് അത് ഒഴിവാക്കുക. പരിചയപ്പെടുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെങ്കിൽ അവരുമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി വിടുക. നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇത്രയും കാര്യങ്ങൾ മകം നക്ഷത്രക്കാർ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതം ഈ സമയത്ത് ഐശ്വര്യപൂർണമായിട്ട് പോകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഏത് മതത്തിലാണോ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതത്തെയും ദൈവത്തെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. എന്നും രാവിലെ പ്രാർത്ഥനയോടെ ഉണരാൻ ശ്രമിക്കുക. മകം നക്ഷത്രക്കാരുടെ ബീജമന്ത്രം ജപിച്ചുകൊണ്ട് രാവിലെ ഉണരുന്നത് വളരെ നല്ലതാണ്. 7 മുതൽ 108 തവണ വരെ നിങ്ങൾക്ക് ബീജമന്ത്രം ജപിക്കാവുന്നതാണ്. അത് കുറച്ച് ശബ്ദത്തോടെ ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യം ഉണ്ടാകും. ഈ മന്ത്രം പ്രകൃതിയിൽ ലയിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന പോസിറ്റീവ് എനർജിയിൽ നിങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുന്നതാണ്. മകം നക്ഷത്രക്കാരെ ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.